ചെങ്കൊടി നിറച്ചാൽ കാവ്യാകുമെന്ന് പണ്ടാരാണ്ട് പറഞ്ഞപ്പോഴേ ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. ഓ, എത്ര വേഗത്തിലാണ് കേരളത്തിലെ CPM BJPയുടെ ഒരു ബി ടീമായിട്ട് മാറിയത്. ഇപ്പൊ BJPക്കാർ പോലും ഒരു ആശങ്കയില്ല, ഒരു വല്ലാത്ത ശങ്ക. അതായത് അവരാണോ യഥാർത്ഥ BJP അതോ നമ്മളാണോ എന്ന്. അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക എന്ന് പറഞ്ഞ മട്ട. നമ്മുടെ CPM ഉണ്ടല്ലോ, രാഷ്ട്രീയ രംഗത്തെ ഒരു ഓന്ത. സാഹചര്യം അനുസരിച്ച് അതിങ്ങനെ നിറം മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരു പച്ചമരത്തിലാണ് ഈ ഓന്തിരിക്കുന്നതെങ്കിൽ അതിന് നിറം പച്ചയാവും. ഒരു കരിങ്കല്ലിൻ കഷ്ണത്തിലാണ് ഇരിക്കുന്നത് വിചാരിക്കുക, അപ്പൊ ആ കല്ലിന്റെ നിറമായിട്ട് മാറും. അതാ ഈ ഓന്തിന്റെ ഒരു പ്രകൃതം. അവസരവും സാഹചര്യവും അനുസരിച്ച് നിറം മാറാൻ അതിനറിയാം. അത് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പറയും, അല്ലെ അവർ അവകാശപ്പെടും, ഞങ്ങളുടെ പാർട്ടി CPM ഒരു വർഗീയ വിരുദ്ധ മതനിരപേക്ഷ പാർട്ടിയാണെന്ന്. അത് വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ ഫോഷ്ക് എന്ന് പറയുന്നത്. എന്താണെന്നറിയാമോ? അവരൊരു 10 വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഒരു 1.5 സീറ്റിന് വേണ്ടി അവരെന്ത് ചെയ്യും? പാർട്ടിയുടെ ആശയങ്ങളിൽ, പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ മാറ്റം വരുത്തും. പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര ആചാര്യന്മാരെ തൽക്കാലത്തേക്ക് അങ്ങോട്ട് മാറ്റി നിർത്തും. അങ്ങനെ എന്തും ചെയ്യും, ആരോടും കൂടും. ആരോടും കൂടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് അവർ സ്വയം വിധേയരാകുന്നത്. ആശയങ്ങളും അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ അട്ടത്തോട്ട് വയ്ക്കാൻ തയ്യാറാവുന്നത്. ചിലപ്പോൾ ന്യൂനപക്ഷമായിരിക്കും, ചിലപ്പോൾ ഭൂരിപക്ഷമായിരിക്കും. കേരളത്തിന്റെ ചരിത്രം നോക്കിയാൽ ആദ്യം ഭൂരിപക്ഷത്തോടായിരുന്നു ഒരു സ്നേഹം, ഒരുതരം പ്രണയം. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഏതാണ്ട് മലബാറിലെ മിക്ക മണ്ഡലങ്ങളിൽ ഇവർ സഹകരിച്ചാണ് പ്രവർത്തിച്ചത്. അന്ന് ഈ ജനതാ പാർട്ടിയാ. ജനതാ പാർട്ടിയിലെ പ്രധാനപ്പെട്ട കക്ഷിയാരാ? ജനസംഘം, പഴയ ജനസംഘം. ഇവിടുത്തെ BJPയൊക്കെ തീവ്ര ഹിന്ദുത്വം പുലർത്തിയിരുന്ന ആളുകളാണ് അവരുടെ നേതൃത്വത്തിലാണ് ഈ ജനതാ പാർട്ടി ഉണ്ടായത് തന്നെ. അപ്പൊ ജനതാ പാർട്ടിയും CPM കൂടെ ധാരണ എന്ന പേരില് ഈ RSS നേതാക്കളാണെന്ന് വടക്കൻ കേരളത്തിൽ CPM വേണ്ടി പ്രധാനപ്പെട്ട പ്രചാരണം നടത്തിയിരുന്നത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നമ്മുടെ പഴയ ശിവദാസമേനോൻ, ശിവദാസമേനോൻ, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതാരാ? നമ്മുടെ LK അദ്വാനി. ഓർമ്മയില്ലേ? അത് ആ പ്രസംഗം തർജ്ജിമ ചെയ്തതാരാ? നമ്മുടെ രാജഗോപാല്. നേമത്ത് നിന്ന് ജയിച്ചു വന്ന് ആദ്യമായിട്ട് കേരള നിയമസഭയിൽ BJPയുടെ അക്കൗണ്ട് തുടങ്ങിയ രാജേട്ടൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതിനെപ്പറ്റി വല്ലതും പറഞ്ഞ CPM-കാരെന്താ പറയുന്നത്? ഓ, അവരൊന്ന് ജനസംഘമൊന്നും അല്ലെന്നേ, അവർ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരല്ലയോ എന്നാ. അപ്പൊ ഒറ്റ കാര്യം ഓർത്താൽ മതി, ചിന്തിച്ചാൽ മതി. ആരാണ് ഉത്തരേന്ത്യയിലെ രഥയാത്ര നടത്തിയതും ആരുടെ നേതൃത്വത്തിലാണ് പിന്നീട് അയോധ്യയിലെ ബാബരി മസ്ജിദ് പൊളിച്ചതെന്നും ഒന്ന് ഓർത്താൽ മതി. ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് VP സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായല്ലോ. അന്ന് ആരൊക്കെയായിരുന്നു കൂട്ട്? ഈ CPM പ്രധാനപ്പെട്ട കക്ഷി പിന്നിൽ നിന്ന് പിന്തുണച്ചത് മന്ത്രിസഭയിൽ ചേർന്നില്ലെന്നേ ഉള്ളൂ. പിന്തുണ നൽകിയാരാ? CPM. മറ്റൊന്ന് BJPയാ, ഭാരതീയ ജനതാ പാർട്ടി, ജനസംഘത്തിന്റെ പിൻഗാമി, RSSന്റെ രാഷ്ട്രീയ മുഖം. അന്ന് എല്ലാ ബുധനാഴ്ച രാത്രികളിലും ഈ VP സിംഗിന്റെ വീട്ടിലാണ് ഇവരുടെ ഏകോപന സമിതി ചേർന്നിരുന്നത്. എന്ന് വെച്ചാൽ അത്താഴം കഴിക്കുക, രാഷ്ട്രീയമൊക്കെ സംസാരിക്കുക, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെ ആലോചിക്കുക. അതിൽ CPM-ന്റെ ഭാഗത്തുനിന്ന് സ്ഥിരമായിട്ട് പങ്കെടുത്തിരുന്ന 2 പേരാ. ഒന്ന് നമ്മുടെ EMS, നമ്മുടെ നേതാവ്. രണ്ടാമത്തേത് ഹർകിഷൻ സിംഗ് സുർജിത്ത്, പിന്നീട് CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയാള്. അപ്പൊ BJPയിൽ നിന്ന് വാജ്പേയിയും LK അദ്വാനിയും സ്ഥിരമായിട്ട് വരുന്ന ആളാ. ചിലപ്പോൾ ജ്യോതി ബസു വരും കൽക്കട്ടയിൽ നിന്ന് വിമാനം പിടിച്ച്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വല്ലതും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ CPM-നെ പ്രതികരിച്ച് ഇവർ ഒന്നിച്ചു നിന്നിരുന്നതാ. ഒന്നിച്ച് രാജ്യം ഭരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാ. അങ്ങനെ ഇവർക്ക് പണ്ടേ ഈ വലതുപക്ഷ പാർട്ടിയുമായി, ഹിന്ദുത്വ പാർട്ടിയുമായിട്ട് നല്ല ബന്ധമുള്ളതാ, നല്ല കണക്ഷൻ ഉള്ളതാ. അത് കഴിഞ്ഞ് കേരളത്തിലെ അന്തരീക്ഷം ഒന്ന് മാറി എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് തോന്നി കൃഷി ഇറക്കാൻ പറ്റിയ മണ്ണ് ന്യൂനപക്ഷമാണെന്ന്. അവരെ പറഞ്ഞ് പറ്റിക്കാവുന്ന വിചാരിച്ചത്. എത്രയെത്ര കളികളാ കളിച്ചത്. എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ, മറന്നിട്ടില്ലല്ലോ. സദ്ദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചപ്പോൾ EMS എന്തുവാ ചെയ്തത്? ഞങ്ങളൊക്കെ സദ്ദാം ഹുസൈന്റെ കൂടാ, നിങ്ങളോ എന്ന് കോൺഗ്രസ്സുകാരോട് ചോദിച്ചു. അങ്ങനെ സദ്ദാം ഹുസൈനൊപ്പം നിന്നു, മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി. പക്ഷേ PDP-യുമായിട്ട് ഇവര് വേദി പങ്കുവെച്ചതല്ലയോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലയോ അത്? അതുപോലെ തന്നെ ലീഗ് കൊള്ളത്തില്ല, എല്ലാ ലീഗും വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞു നടന്നതാണ്. അവസാനം ലീഗിൽ നിന്ന് മൊഴിചൊല്ലി പിരിഞ്ഞ ഒരു വിഭാഗം അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്നും പറഞ്ഞു വന്നപ്പം അവരെ കെട്ടി, അവരെ കൂടെ പൊറപ്പിച്ചു. അന്നേരം ഈ വർഗീയത ഒന്നും അവർക്ക് വിഷയമായിരുന്നില്ല. SDP-യുമായിട്ട് വരെ
രഹസ്യമായിട്ട് ചങ്ങാത്തം കൂടാൻ CPM മടിച്ചിട്ടില്ല. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ SDPIയുടെ 2 സ്വതന്ത്ര അംഗങ്ങളുമായി ചേർന്ന് അവർ മുനിസിപ്പാലിറ്റി ഭരിച്ചില്ലേ? അതാ പറഞ്ഞത്, ഇവർക്ക് 10 വോട്ട് കിട്ടുമെന്ന് തോന്നിയാൽ മതി, ആരുടെയും കാല് പിടിക്കും, ആരുടെയും തിണ്ണ നിരങ്ങും, ആരോടും സമവായം പറയും, ആരെയും പ്രീണിപ്പിക്കും. അതാണ് CPMന്റെ ലൈന്. കഴിഞ്ഞ 2 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ CPMലെ ഇപ്പോഴത്തെ കേരള CPMലെ ബുദ്ധിശാലികൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഹിന്ദുക്കളൊക്കെ CPMനെ വിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹിന്ദുത്വ വോട്ടുകൾ അല്ലെങ്കിൽ RSSുമായി ബന്ധപ്പെട്ട ഹിന്ദുത്വ ചിന്തയുള്ള വോട്ടുകളൊക്കെ BJPയുടെ കൂടെ. സാധാരണ ഹിന്ദുക്കളുടെ അവരാ ബഹുഭൂരിപക്ഷം അവരുടെ വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഇവർക്ക് മനസ്സിലായി. കാരണം ഈ ശബരിമലയിൽ എടുത്തൊരു നിലപാടായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഇപ്പോ കടം മാറ്റി ചവിട്ടുക, എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ, ഹൈന്ദവ വോട്ടുകൾ തിരിച്ചു പിടിക്കണം, അവരെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രീണിപ്പിക്കണം. അതാ ഇപ്പോഴത്തെ ലൈന്. ഇത് പണ്ടേ തുടങ്ങിയതാ. ഈ മൊത്തത്തിലുള്ളൊരു ഹിന്ദു വോട്ട് പ്രീണനം ലക്ഷ്യമായിരുന്നില്ലെങ്കിൽ കൂടി പ്രത്യേകിച്ച് വടക്കേ മലബാറിലൊക്കെ ഈ ക്ഷേത്ര കമ്മിറ്റികൾ പിടിക്കുക, അതിന്റെ ഭരണം കൈക്കലാക്കുക, എന്നിട്ട് അതിൽ കയറി ഇടപെടുക. ഇവർ ദൈവവിശ്വാസം ഇല്ലാത്തവരെന്നാ പറയുന്നത്. മതം മനുഷ്യനെ മയക്കുന്ന കറപ്പാണെന്ന് വിശ്വസിക്കുന്നവരാ. പക്ഷെ കാര്യം വരുമ്പോൾ ജനങ്ങളുടെ പിന്തുണ കിട്ടുമെന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി ക്ഷേത്ര കമ്മിറ്റി പിടിക്കും, തെയ്യ കമ്മിറ്റികൾ പിടിക്കും, അതിനെ നിയന്ത്രണം പിടിച്ചു പറ്റും. അങ്ങനെ ഉത്സവങ്ങളിൽ ഇടപെടും. ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഗാനമേളകളിൽ വിപ്ലവ ഗാനങ്ങൾ തിരികെ കയറ്റും. ഇവരെ ഇങ്ങനെ പണ്ട് മുതലേ അടിത്തട്ട് മുതലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ തുറന്ന സാമുദായിക സംഘടനകളുടെയും അവരുടെ നേതാക്കളുടെയും ഒക്കെ തിണ്ണ നിരങ്ങുക എന്നുള്ളത് ഇപ്പോൾ ഒരു ശീലമാക്കിയിരിക്കുക. ഈ തിണ്ണ നിരങ്ങുക അല്ലെങ്കിൽ സാമുദായിക സംഘടനകളുടെ തിണ്ണ നിരങ്ങുക എന്ന പ്രയോഗം തന്നെ, അതിന്റെ പകർപ്പവകാശം തന്നെ, പേറ്റന്റ് CPMനുള്ളതാ. ഈ കോൺഗ്രസ്സുകാരെയും മറ്റും ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന കാര്യമാണ്. ഇപ്പോഴവരായി നിരക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തിരുവനന്തപുരം ചങ്ങനാശ്ശേരി ഭാഗത്തേക്കുള്ള റൂട്ട് നമ്മുടെ വാസവനെ ഏൽപ്പിച്ചിരിക്കുക, മന്ത്രി വാസവൻ. പുള്ളി അതിന് പറ്റിയ ആളാണ്. കാരണം ജനിച്ചപ്പം മുതൽ ഒരു അയ്യപ്പ ഭക്തനാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേക ചാതുര്യം ഉണ്ടാവും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് സംസാരിച്ച് തീർക്കുന്നതിന്. പക്ഷെ NH വഴിയുള്ള റൂട്ട് അത് നേരിട്ടാ കൈയറിഞ്ഞത്. ഈ ചേർത്തല ഭാഗവും മറ്റും അതിൽ പെടുന്നതാ. അതുകൊണ്ടാണല്ലോ ഈ പമ്പാതീരത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമത്തില് നമ്മുടെ മുഖ്യമന്ത്രി ആരുടെ കൂടെ വന്നത്? വെള്ളാപ്പള്ളി നടേശൻ, SNDPയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തോടൊപ്പമാണ് വന്നത്. 1-ാം നമ്പർ കാറിൽ. വേറെ ആരെയും കയറ്റുന്നതല്ല കേട്ടോ. കുടുംബത്തെയും വേണ്ടി വന്നാൽ മരുമകൻ റിയാസിനെ വരാതെ വേറെ ഒരെണ്ണത്തിനെ കയറ്റുന്നതല്ല, നമ്മുടെ വെള്ളാപ്പള്ളിയെ കയറ്റിക്കൊണ്ടാ വന്നത്. അപ്പൊ ആരൊക്കെയോ പാർട്ടിപ്പെട്ടവരടക്കം ചേട്ടാ ഇത് ശരിയായില്ലല്ലോ, ചില കേസുകളിലൊക്കെ പ്രതിയായ ആളിനെയും കൊണ്ട് സ്റ്റേറ്റ് കാറിൽ കയറി വന്നത് ശരിയായോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചു. അങ്ങനെ ഒരു വിവാദം ഉണ്ടായതേ നമ്മുടെ വെള്ളാപ്പള്ളിക്ക് അത്ര പിടിച്ചില്ല. അദ്ദേഹം അതിനെതിരായിട്ട് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അദ്ദേഹം ചോദിച്ചു, ഞാനെന്താ മുഖ്യമന്ത്രിയുടെ കാലിൽ കയറി വന്ന എന്താണ് കുഴപ്പം? ഞാനെന്താ ഏതെങ്കിലും തീണ്ടൽ സമുദായത്തിൽപ്പെട്ട ആളാണോ എന്ന് വെള്ളാപ്പള്ളി ചോദിച്ചെന്നാണ് കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിന്റെ അർത്ഥം എന്താ? വാസ്തവത്തിൽ ഇവിടെ തെളിയുന്നത് തീണ്ടൽ ജാതിക്കാർ എന്ന് പറയപ്പെടുന്നവരെ കുറിച്ച് നമ്മുടെ വെള്ളാപ്പള്ളി സാറിനുള്ള അഭിപ്രായമാണ്. എന്താ തീണ്ടൽ ജാതിക്കാർ എന്ന് പറയപ്പെടുന്നവര് മുഖ്യമന്ത്രിയുടെ കാറേ കയറി വന്ന എന്താ കുഴപ്പം? ഏത് സമുദായത്തിലും ഏത് വിഭാഗത്തിലും പെടുന്ന ഇന്ത്യയിലെ ഏതൊരു പൗരനും രാജ്യത്ത് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഏത് പദവിയിൽ എത്താൻ സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പറയുന്നത്. ഈ മാതിരി കമന്റ് ഒന്നും വേണ്ട എന്ന് പറയാൻ ഇവിടെ ആരും ഒട്ടില്ല താനും. അതാണ് പ്രശ്നം. 10 വോട്ടിനും 2 സീറ്റിനും വേണ്ടി നിലപാട് മാറ്റുന്ന പാർട്ടിയല്ല CPM എന്ന് നമ്മുടെ പിണറായി സഖാവ് പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ പഴങ്കഥയായി കേട്ടോ. എങ്ങനെയെങ്കിലും 10 ഹൈന്ദവ വോട്ടുകൾ പിടിച്ചെടുക്കണം, കൂട്ടത്തിൽ കൂട്ടണം, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. പമ്പയിലെ അയ്യപ്പ സംഘമൊക്കെ അതിനുവേണ്ടിയുള്ളതായിരുന്നു, അല്ലാതെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയല്ല. അങ്ങനെയാണെങ്കിൽ ആ വികസനത്തെക്കുറിച്ച് ചർച്ച നടക്കണമല്ലോ, അതിനെന്തെങ്കിലും ഒരു പ്ലാൻ വേണമല്ലോ. മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ പറയുന്നു, ഒരു മൈനർ പ്ലാൻ പോലും ശബരിമലയുടെ വികസനത്തിന് ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. ഒന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിലെ ഹൈന്ദവ സമുദായത്തോട് CPM ചെയ്തതുപോലൊരു പാതകം, മഹാപാതകം മറ്റേതെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ശബരിമല എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രമല്ല, നാനാജാതി മതസ്ഥർക്ക് അവിടെ പോയി അയ്യപ്പ ഭഗവാനെ ദർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റു ചില ക്ഷേത്രങ്ങളെ പോലെ അല്ല.
ഇവിടുത്തെ ഹൈന്ദവരുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണത് ശബരിമല. ഈ ശബരിമലയുടെ നിലനിൽപ്പ്, അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് അവിടുത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ്. അതില്ലാതായാൽ ശബരിമല ഇല്ലാതാവും. അതുകൊണ്ടാണ് അവിടുത്തെ ആചാരങ്ങൾ തകർക്കാൻ, വിശ്വാസങ്ങൾ ഇല്ലാതാക്കാൻ സർക്കാർ സ്പോൺസേർഡ് ആയിട്ടുള്ള ശ്രമങ്ങൾ നടന്നത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ അവിടെ ദർശനത്തിന് പോകാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ശബരിമല അയ്യപ്പൻ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ അടിസ്ഥാനപരമായ പരമമായ സങ്കല്പം, സത്യം, അത് തകർക്കാനാണ് പിണറായി ഗവൺമെന്റ് ശ്രമിച്ചത്. അവിടെ 2 സ്ത്രീകളെ പോലീസിന്റെ സംരക്ഷണയില് സന്നിധാനത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അതിന്റെ പേരിൽ ഇതുവരെ പിണറായിയോ അദ്ദേഹത്തിന്റെ സർക്കാരോ ഒരു ഖേദപ്രകടനം പോലും നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾ ആലോചിക്കണം. VS അച്യുതാനന്ദൻ സർക്കാർ കൊടുത്ത അഫിഡാവിറ്റ് സുപ്രീം കോടതിയിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിൽ സർക്കാർ എന്ന നിലയിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നറിയിച്ചുകൊണ്ടുള്ള അഫിഡാവിറ്റ് അതിപ്പോഴും നിലനിൽക്കുക. സുപ്രീം കോടതി വിധി ആരും അസ്ഥിരപ്പെടുത്തിയിട്ടില്ല. പറഞ്ഞല്ലോ, ഒരു വാക്കുകൊണ്ട് പോലും ഒരു ക്ഷമാപണം അല്ലെങ്കിൽ ഏറ്റുപറച്ചിൽ, ചെയ്ത് തെറ്റിപ്പോയി എന്നുള്ളൊരു സമ്മതിക്കൽ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നിട്ടും അയ്യപ്പ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കണ്ണിൽ മണ്ണിട്ട് അവരുടെ വോട്ടുകളെ പിടുങ്ങാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം മുതലായ ഉടായിപ്പുകളിലൂടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ വെള്ളാപ്പള്ളി നടേശനും SNDPയും കൂട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം 2018 വിശ്വാസ സംരക്ഷണത്തിനും ആചാര സംരക്ഷണത്തിനും വേണ്ടി സമരം ഉണ്ടായപ്പോൾ അതിനെ എതിർത്ത ആളുകളാണ് വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും. അവരിപ്പോ പിണറായിയുടെ അകമ്പടിപ്പാട്ടുകാരനകത്തിൽ തെറ്റില്ല. പക്ഷെ NSS എന്ത് പറ്റി? എന്തുകൊണ്ടാണ് ഈ നയം മാറ്റം, നിലപാട് മാറ്റം എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മുടെ മാതാ അമൃതാനന്ദമയി, അവരെ കുറിച്ച് CPMന്റെ നിലപാട് പണ്ടെന്തായിരുന്നു? കൈരളിയിൽ വന്ന ഒരു വളരെ കുപ്രസിദ്ധമായ ഒരു അഭിമുഖ സംഭാഷണമുണ്ട്. ഇപ്പോൾ രാജ്യസഭാംഗമായ ജോൺ ബ്രിട്ടാസ് നടത്തിയ ഒരു അഭിമുഖം, മാതാ അമൃതാനന്ദമയിയോട് കലഹിച്ചു പുറത്തുപോയ ഒരു പഴയ ശിഷ്യത്വമായിട്ടുള്ളൊരു അഭിമുഖം. മാതാ അമൃതാനന്ദമയിയെയും ആ സ്ഥാപനത്തെയും അടിമുട്ടി വിമർശിക്കുന്നതായിരുന്നു ആ അഭിമുഖം. പലരും കണ്ടതാണ്, വലിയ തോതിൽ വിമർശിക്കപ്പെട്ടതാണ്. ഇന്നിപ്പോ ഈ ജയരാജന്റെ മകൻ, CPMന്റെ ഒരു സമുന്നതനായ നേതാവിന്റെ മകൻ ഫേസ്ബുക്കിൽ കൊടുത്തൊരു കുറിപ്പ് ആരും മറന്നിട്ടുണ്ടാവില്ല. അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട, വെറും സുധാമണി. അതായിരുന്നു ആ ചെറുപ്പക്കാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അത് തന്നെയായിരുന്നു നേരത്തെ CPMന്റെ നിലപാട്. CPMന്റെ ഔദ്യോഗിക മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസി മാതാ അമൃതാനന്ദമയിയെ വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. RSSന്റെ പിന്തുണയോടെയാണ് അമ്മ ഈ സാമ്രാജ്യം പടുത്തുയർത്തിയതെന്ന് പീപ്പിൾസ് ഡെമോക്രസി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കേ, കഴിഞ്ഞ ദിവസം സംഭവിച്ചെന്താ? നമ്മുടെ സജി ചെറിയാൻ, കുന്തക്കാരൻ, ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും എന്ന് വിളിച്ച് ആക്ഷേപിച്ച മഹാനായ മന്ത്രി, അദ്ദേഹം അവിടെ ചെന്നിട്ട് അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ ചെന്നിട്ട് അമ്മയുടെ മൂർധാവിൽ ചുംബിച്ചിട്ട് എനിക്ക് അമ്മയെ പോലെയാണെന്ന് പറയുക. ഡെക്കറേഷൻ വേണ്ട വെറും സുധാമണി എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പോൾ അമ്മയെ വാഴ്ത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇത്? ആർക്കാണെന്ന് അറിയാൻ മേലാത്തത്. ഇതിന്റെയൊക്കെ പിന്നിലെ അടവുകള്, കള്ളത്തരങ്ങള്, അതാണ് കള്ളത്തരങ്ങള്. ഇതാർക്കാണ് മനസ്സിലാകാത്തത്? വിശ്വാസികൾ എത്ര പൊട്ടന്മാരാണോ? ഈ വക നാട്യങ്ങളിലൂടെ അവരെ കൈവശപ്പെടുത്താമെന്നുള്ള ചിന്ത ഇവർക്ക് എങ്ങനെ ഉണ്ടായി? ഇപ്പൊ വാസ്തവത്തിക്കണിയിലായിരിക്കുന്നത് പിണറായി വിജയനെയും ഇവിടുത്തെ CPMനെയും വിശ്വസിച്ച ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആളുകളാ. ബുദ്ധിജീവികളുണ്ട് കൂട്ടത്തില്, എഴുത്തുകാരുണ്ട്, ഫെമിനിസ്റ്റ് ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്, സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കുന്ന ആളുകളുണ്ട്. ഇവരിപ്പോ നടുക്കയത്തിൽപ്പെട്ട പോലാ. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. 2018 നിന്ന് 2025 എത്തുമ്പോഴേക്കും CPM അപ്പാടെ മാറിയിരിക്കുക. അവർ നോക്കുമ്പോൾ 10 വോട്ടിന് വേണ്ടി കാറൽ മാർക്സ് മുതൽ P കൃഷ്ണപിള്ള, AKG, EMS എന്നിവരെയെല്ലാം തള്ളിപ്പറഞ്ഞിരിക്കുക. കോഴി കൂവും മുമ്പ് 3 വട്ടം തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഇനി കാറൽ മാർക്സും വേണ്ട, ദാസ് ക്യാപിറ്റൽ വേണ്ട, EMSും AKGയും P കൃഷ്ണപിള്ളയൊക്കെ ഒരു അരികിൽ ഇരിക്കട്ടെ. ഞങ്ങൾ അവർക്ക് വേണ്ടി ധാരാളം സ്മാരകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതുപോലെ അവർ തള്ളിപ്പറഞ്ഞിരിക്കുക. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സംഭവിക്കുമെന്നും അതുവഴി കേരളത്തിൽ വലിയ നവോത്ഥാനം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നവരായി ഇവരൊക്കെ, ഈ പാവത്തങ്ങള്. പിണറായി വിജയനെ
നവോത്ഥാന നായകനായി പ്രഖ്യാപിക്കാൻ തീയതി കുറിച്ച് കാത്തിരുന്നവരാ. അതിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന പ്രത്യേക സപ്ലിമെന്റിൽ 2 പേജ് പരസ്യം വീതം തരാമെന്ന് ഈ ഫോബ്സ് മാസികയുടെ ലിസ്റ്റിൽ മലയാളികളായ സമ്പന്നന്മാരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാ ധനവാന്മാരും സമ്മതിച്ചിരുന്നതാണ്. ഇപ്പൊ അവസാനം എന്തുണ്ടായി? എല്ലാം കുളമാക്കി കളഞ്ഞില്ലേ? അവസാനം ഇപ്പോ എന്തുണ്ടായി? ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടും പുറത്തിറങ്ങി ഒരു മാടക്കടയിൽ നിന്ന് ഒരു നാരങ്ങ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കുക. ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമവും അതേ തുടർന്നുണ്ടായ NSSന്റെ മനംമാറ്റവും മാതാ അമൃതാനന്ദമയിയുടെ മുമ്പിൽ സജി ചെറിയാൻ ആടിയ നാടകങ്ങളുമൊക്കെ CPMന് വലിയ ലാഭക്കച്ചവടമാകുമെന്ന് കരുതുന്ന ആളുകളുണ്ട്. MP ഗോവിന്ദൻ മാഷൊക്കെ അങ്ങനെയാ വിചാരിക്കുന്നത്. കോൺഗ്രസ്സുകാരുടെ പരമ്പരാഗത ഹൈന്ദവ വോട്ടുകളെല്ലാം നഷ്ടപ്പെട്ടു, അതെല്ലാം കൊട്ടക്കണക്കിന് ചാക്കണക്കിന് ഞങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്, ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിന് 110 വോട്ടിന് ജയിക്കുമെന്നൊക്കെ അവർ സ്വപ്നം കാണുകയാണ്. പക്ഷേ വസ്തുത അതൊന്നുമല്ല. കോൺഗ്രസിന് കിട്ടിയ വോട്ടൊക്കെ അവർക്ക് കിട്ടിക്കോളും, അവരത് നോക്കിക്കോളും. കാരണം NSS പറയുന്നത് മാത്രമല്ല, കേരളത്തിലെ ഹൈന്ദവരുടെ അവസാന വാക്കെന്ന് പറയുന്നത് ആചാര സംരക്ഷണത്തിനും വിശ്വാസത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടി നിന്നവര് അക്കാര്യത്തിൽ 100% ഉറപ്പ് കിട്ടാതെ ഒരു നേതാവിന്റെ പ്രഖ്യാപനത്തിലോ പ്രസ്താവനയിലോ മാറി ചിന്തിക്കുന്നൊന്നും ആരും കരുതണ്ട. ഇത് കേരളമാണ്, ഇത് മാറിയ കേരളമാണ്. പക്ഷെ ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത് CPMന് സംഭവിച്ച വിശ്വാസ തകർച്ചയാണ്. നമ്മുടെ മെമ്പർഷിപ്പിന്റെ എണ്ണം കൂടുന്നതും കുറയുന്നതും അല്ല ഒരു പാർട്ടിയുടെ ബലത്തിന്റെ അടിക്കല്ലെന്ന് പറയുന്നത്. അവരിൽ ജനങ്ങൾ അർപ്പിക്കുന്ന ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം, അതാണ്. ആ കണക്കിന്റെ കോളത്തിലാണ് ഇപ്പോൾ CPMന് വലിയ നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത്.